സവർക്കറെ കുറിച്ച് പറയാതെ വൈവിധ്യമാർന്ന ജീവിതയുടെ അഹിംസാ സിദ്ധ. ഹായ്, ഹലോ, നമസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ. അതിൽ മിത്രങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന പുരസ്കാരം ഏതോന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. രൺദീപ് ഹൂഡ. നല്ല പേരല്ലേ? ഏത് സിനിമയിലെ സംവിധാനത്തിനാണ് നവഗാത സംവിധാനത്തിലുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതെന്ന് അറിയണ്ടേ? അവിടെയാണ് കോമഡി. നമ്മുടെ സവർക്കറുടെ കഥ പറയുന്ന സിനിമക്കാ. ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? സവർക്കർ അന്തമാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് 5 പ്രാവശ്യം ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കത്തെഴുതിയില്ലേ? അതിനൊന്നും പറഞ്ഞിട്ടില്ല. പോരാളിയായി ചിത്രീകരിച്ച് തനിക്ക് മാപ്പ് നൽകിയാൽ ബ്രിട്ടീഷുകാരുടെ വിശ്വസ്തനാകാം എന്ന് പറഞ്ഞ സവർക്കറെ കുറിച്ച് പറയാതെ കാലാപാനി ജയിലിൽ അദ്ദേഹം അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിപ്ലവത്തെക്കുറിച്ചും പറഞ്ഞ സിനിമ. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജീവിതത്തിനും മതേതരത്വത്തിനും എതിരായി ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തണം എന്ന ആശയം പറയുന്ന വീർ സവർക്കർ എന്ന സിനിമക്ക് 1948 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട കേസിലെ പ്രതിയായ സവർക്കറുടെ കഥ പറയാതെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച വിപ്ലവകാരിയായ നേതാവാണ് എന്ന് പറഞ്ഞ സിനിമ. ഇതൊക്കെ സംഭവിക്കുന്നറിയാം. ദേശീയ പുരസ്കാരത്തിന്റെ നിറവിൽ നമ്മളെല്ലാവരും സന്തോഷിച്ചില്ല. ഇതൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് കരുതി. അപ്പൊ ശരി.